NGO അസോസിയേഷൻ കോതമംഗലത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ക്ഷാമബത്ത ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. NGO അസോസിയേഷൻ കോതമംഗലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, കുടിശ്ശികയായ DA അനുവദിക്കുക, മെഡിസെപ് പോരായ്മകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു. പ്രതിഷേധ സംഗമത്തിന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി ബേസിൽ ജോസഫ് നിർവഹിച്ചു. 10% പിന്നെ നമുക്ക് ശമ്പള പരിഷ്കരണം അനുവദിക്കുമ്പോൾ 15% DA കുടിശ്ശിക, അത് മെർജ് ചെയ്താലും ഈ 15% DA കുടിശ്ശിക ഉൾപ്പെടെ 190 മാസത്തെ കുടിശ്ശിക അരിയർ എന്ന് തരുമെന്ന് പോലും സർക്കാർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും അടുത്ത ഗവൺമെന്റ് തലക്കി വെച്ച് ഒരു 7 കൊല്ലം കഴിഞ്ഞും ഈ ലക്ഷക്കണക്കിന് രൂപ കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ സർക്കാർ നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് സ്റ്റോപ്പ് ഓർഗനൈസ്ഡ് ലൂട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇത് സംഘടിതമായ കൊള്ളയാണ് എന്ന് പറയുന്നത്. ഈ ശമ്പള പരിഷ്കരണവും സംഘടിതമായ കൊള്ളയാണ്. സർക്കാർ ജീവനക്കാരുടെ കൊടുക്കേണ്ടതായിട്ടുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളുള്ള ആനുകൂല്യങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ 10% ഞങ്ങൾ ഫിറ്റ്മെന്റ് തന്നു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി സർക്കാർ ജീവനക്കാരെ പറ്റിക്കുന്ന ഒരു പദ്ധതിയാണ് സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. താലൂക്ക് പ്രസിഡന്റ് AR ആന്തുലെ അധ്യക്ഷത വഹിച്ചു. AY എൽദോ, മുരളി കണിശൻ, ബിബിൻ കാക്കനാട്ട്, അജി P തോമസ്, PK സനോജ്, VR സുമ, ഷിജു പോൾ, പോൾസൺ തോമസ്, പോൾസൺ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.